CPMൽ വീണ്ടും രാജി. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ ലൈല ബീവി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ലൈല ബീവി വ്യക്തമാക്കി. മനോജ് ചേരുന്നു. മനോജ്, CPMൽ നിന്നുള്ള രാജി, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും CPMൽ നിന്ന് ആളുകൾ, പ്രതിനിധികൾ രാജിവെച്ച്, മുൻ കൗൺസിലർമാർ, മുൻ അംഗങ്ങൾ ഒക്കെ രാജിവെച്ച് BJPയിലേക്ക് ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അനിൽ നമ്പ്യാർ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ CPMൽ പൊട്ടിത്തെറി തുടരുകയാണ്. ഈ ജില്ലയിൽ പലയിടത്തും CPMന് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. കുളത്തൂപ്പുഴയിലാണെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജമീല ബീവിയാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഈ കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഇപ്പോൾ ജമീല ബീവിയുടെ തീരുമാനം. അതിനിടെ തന്നെ ഈ കുന്നത്തൂരിലെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അടക്കം 50ഓളം പേർ പാർട്ടി വിട്ടിട്ടുണ്ട്. ഈ കുന്നത്തൂർ പഞ്ചായത്തിൽ പുത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് ആ രാജിക്ക് കാരണമായത്. ഈ പാർട്ടി വിട്ടവരൊക്കെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനാണ് തീരുമാനം. ഈ കുന്നത്തൂരിലാണെങ്കിൽ സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് ഈ പാർട്ടി വിട്ടവരുടെ ആരോപണം. ഇത്തരത്തിൽ കേസുകൾ ഉള്ളതും അതോടൊപ്പം തന്നെ മറ്റ് പശ്ചാത്തലങ്ങളുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത പലരും ഇന്ന് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കരയിലടക്കം മുൻ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ CPMന്റെ സജീവ പ്രവർത്തകരും BJPയിലേക്ക് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. CPMൽ വീണ്ടും രാജി. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ ലൈല ബീവി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ലൈല ബീവി. മനോജാണ് വിവരങ്ങൾ നൽകിയത്.